എന്ത് സംഭവിച്ചാലും മനസ്സിന് കട്ടിയില്ലാത്തവരാണ് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നത് എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ആത്മഹത്യ ചെയ്യാൻ എന്തുമാത്രം ധൈര്യം വേണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആത്മഹത്യ ചെയ്യുന്നവർ ധൈര്യമില്ലാത്തവരാണ് എന്ന് പറയുന്നവർ ഈ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് അറിയാത്തവരാണെന്നേ പറയാൻ സാധിക്കൂ. വീണ്ടും ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ട് 22 വയസ്സുകാരി പെൺകുട്ടിയുടെ ആത്മഹത്യ വാർത്തയാണ് പുറത്തു വരുന്നത്. താൻ ചെയ്യാത്ത കുറ്റത്തിന് തന്നെ എല്ലാവരും കുറ്റം പറയുന്നു എന്നൊരു വേദന, അതായിരുന്നു ഇപ്പോൾ ഈ 22 വയസ്സുകാരി ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് തന്നെയാണ് കണ്ടെത്തലുകളിൽ പറയുന്നത്. കർണാടകയിൽ തന്നെ മല്ലടിഹള്ളിയിൽ പ്രൊഫസറുമായി ബന്ധമുണ്ടെന്ന അപവാദം പ്രചരണത്തിന് മനം നൊന്താണ് ഈ മെഡിക്കൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയത്. മല്ലടിഹള്ളിയിലെ രാഘവേന്ദ്ര ആയുർവേദ കോളേജിലെ ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻസ് ആൻഡ് സർജറി അവസാന വർഷ വിദ്യാർത്ഥിനിയായ 22-കാരിയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്. സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇപ്പോൾ യുവതിയുടെ മൃതദേഹം ലഭിച്ചത്. സഹപാഠിയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ജീവനൊടുക്കിയതെന്ന് കുടുംബം ഇപ്പോൾ ആരോപിച്ചുകൊണ്ടും രംഗത്തെത്തുന്നു. മകളുടെ മരണത്തിൽ സഹപാഠികളുടെ മാനസിക പീഡനം ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിനിയുടെ പിതാവ് ഉമാശങ്കർ പരാതി നൽകിയിട്ടുണ്ട്. മകളുടെ മരണത്തിന് സഹപാഠികൾ ഉത്തരവാദികളാണ് എന്നാണ് ഉമാശങ്കറിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് തന്നെ പറയാം. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം പോലീസിന് നൽകിയ പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥിനി കോളേജിൽ ഒരു ലെക്ചറുമായി ഒരു ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന് യാതൊരു തെളിവുമില്ലാതിരുന്ന സാഹചര്യത്തിൽ പലരും യുവതിയെ കുറ്റപ്പെടുത്തിയതാണ് ഇപ്പോൾ യുവതിക്ക് വേദനയായി മാറിയത്. എന്നാൽ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് പ്രണയമല്ലെന്നും പ്രചരിച്ച ചില നുണക്കഥകളാണെന്നും പലരും പറയുന്നുണ്ട്. ഇതിനെ തുടർന്നുമുള്ള വാർത്തയും വരുന്നുണ്ട്. ഇരുവരും തമ്മിൽ പ്രണയബന്ധമുണ്ടെന്ന തരത്തിൽ സഹപാഠികൾ ചിലർ കോളേജിൽ പ്രചരിപ്പിച്ചതായിട്ടാണ് പിതാവ് ആരോപിക്കുന്നത്. സഹപാഠികൾക്കിടയിൽ ആവർത്തിച്ചുള്ള പരിഹാസങ്ങളും അപവാദ പ്രചരണങ്ങളും തന്റെ മകൾക്ക് അപമാനവും മാനസിക വേദനയും ഉണ്ടാക്കിയെന്ന് പിതാവ് പറയുന്നു. അപവാദ പ്രചരണത്തിന് മനം നൊന്ത് ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് 22-കാരി ജീവനൊടുക്കിയത്. മുറിയിൽ നിന്നും താൻ നേരിട്ട മാനസിക പീഡനം വിവരിച്ച് പെൺകുട്ടി എഴുതിയ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് ആരംഭിച്ച അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. താൻ ഒരുപാട് മാനസിക പീഡനം നേരിട്ടുവെന്നും തനിക്കിനി ഇത് താങ്ങാനാവുന്നില്ല എന്നും ആ പെൺകുട്ടി കുറിപ്പിൽ പറയുന്നു. താൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ലെന്നും സ്വന്തം കൂട്ടുകാരികൾ പോലും തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല എന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇത്രയും മനോവേദന ഉണ്ടാകാനുള്ള ഒരു കാരണം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.